ഹലോ ഹലോ ഹലോ, നമുക്കൊന്നൊരു കേക്ക് ബേക്ക് ചെയ്താലോ? ഒരു പ്ലം കേക്ക്. അതിന് വേണ്ടി 2 ഓറഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ ജ്യൂസും വേണം, പിന്നെ ഓറഞ്ചിൻ്റെ സിസ്റ്റം വേണം. തൊലിയില്ലേ, അത് പീൽ ചെയ്തത്. ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കാം കേട്ടോ. ഒരു 2 മതി, 2-3 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടും. ഇപ്പം ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഓറഞ്ച് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ജ്യൂസാക്കി എടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന സാധനത്തിലിട്ട് ഒന്ന് തിരിക്കുക, ഇല്ലെങ്കിൽ മിക്സിയിലോ. ശരിക്കും ഇതാണ് ഈസി. ഓറഞ്ച് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സീഡ് വീഴാണ്ട് നോക്കണം കേട്ടോ. ശരിക്കും ഇതിലൂടെ സീഡ് വീഴില്ല, അത് വേറെ കാര്യം. പിന്നെ ഓറഞ്ച് സിസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണത് എനിക്ക് അത്ര ഹൈജീനായിട്ട് തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ. മാത്രമല്ല നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ, ഈ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രം മതിയല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ഓറഞ്ച് വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ പീല് നല്ലോണം വാഷ് ചെയ്തിട്ട് നമ്മൾ ഗ്രേറ്ററിലിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആ വൈറ്റ് പോർഷൻ വരരുത്, ആ ഓറഞ്ച് കളർ മാത്രം വരുന്ന രീതിയിൽ ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. നമ്മൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിസ്റ്റം ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് ഇതിനെ ഓറഞ്ച് പീലിനെ ഒന്ന് ഷുഗറിലിട്ട് ഒന്ന് വിളയിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഈ സിസ്റ്റം ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ സിസ്റ്റം ഇടാൻ. ഞാൻ ആദ്യം സിസ്റ്റം ഇട്ടുപോയി. ഓറഞ്ച് പീലിട്ട് പിന്നെ കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്ത് നല്ലോണം മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ആ ഒരു കയ്പ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. കേക്കിന് ഈ കയ്പ്പൊന്നും വരില്ല, പക്ഷെ ഓറഞ്ചിന് നല്ല ടേസ്റ്റും വരും. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം കേട്ടോ. ജ്യൂസ് ഇട്ട് ജ്യൂസിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് ആഡ് ചെയ്യാം കേട്ടോ. ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി, ചെറി, പിന്നെ മിക്സഡ് നട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ക്യാൻഡി ഉണ്ട്, കാഷ്നട്ട് ഉണ്ട്, പിന്നെ വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ജാർ എടുക്കാൻ നോക്കുക കേട്ടോ. സ്റ്റീലിനെക്കാട്ടി നല്ല ഗ്ലാസ് ജാറാണ്. അതിലേക്ക് നമുക്ക് ഓരോ ഡ്രൈ ഫ്രൂട്ടിനെ ഇട്ട് കൊടുക്കാം. ക്യാഷ് ഒഴിച്ച് ബാക്കി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇത് ഏകദേശം ഒരു 5 ഡേയ്സ്, മിനിമം ഒരു 3 ഡേയ്സ് എങ്കിലും വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടും. എത്രത്തോളം വെക്കുന്നു അത്രത്തോളം. ഇപ്പോൾ ഓരോരുത്തർ വെക്കണത് 1 ഇയറൊക്കെ വെക്കും കേട്ടോ. ഈ ക്രിസ്മസിന് സോക്ക് ചെയ്താണത് അടുത്ത ക്രിസ്മസിന് എടുക്കുകയുള്ളൂ. അങ്ങനെ നട്ട്സ് എല്ലാം ആഡ് ചെയ്തു. നട്ട്സും ഡേറ്റ്സ്, ചെറി, ഇത് ജിഞ്ചർ ക്യാൻഡിയാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. സ്വീറ്റ് ജിഞ്ചർ അതും ഇട്ട് കൊടുക്കണ്ട്. എല്ലാം കൂടി ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മുടെ ജ്യൂസില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാ ദിവസവും മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും ഒന്ന് ഷെയ്ക്ക് ചെയ്യണം ഈ ബോട്ടിലെടുത്തിട്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് കുറവുമാതിരി തോന്നിയിട്ട് ജ്യൂസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി പിന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് കാരമലൈസ് ചെയ്തു. കുറച്ച് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഹോട്ട് വാട്ടർ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തിരി കട്ടിയായി വരും. പിന്നെ അത് ചൂടായി കഴിയുമ്പോൾ പിന്നെ അതൊന്നും കൂടി ലൂസായി നല്ലൊരു കാരമൽ സോസായി കിട്ടും. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത് കേട്ടോ, അതൊരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. ആറിയതിന് ശേഷം നമുക്ക് ആ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം. ഇനി ചിത്താവണ്ട വിചാരിച്ച് ഞാൻ ഒന്ന് ഇതിലിട്ട് ചൂടോടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ആ ചെറിയൊക്കെ ഉള്ളത് കൊണ്ട്. ക്യാഷ്യൂ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് ഇങ്ങനെ കുതിർന്ന് പോകും. അതുകൊണ്ടാണ് ക്യാഷ്യൂ ഇടണ്ട പറയണത് കേട്ടോ. 5 ഡേയ്സ് കഴിഞ്ഞിട്ടോ എന്നിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇനി എഗെയിൻ ആദ്യം തൊട്ട് കാരമലൈസ് ചെയ്യുന്നുണ്ട്. കാരണം കേക്കിന് വേണ്ട ഷുഗറിന് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ഷുഗർ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം.
പിന്നെ വേണ്ടത് 3 എഗ്ഗ്. കണ്ടോ, പതിയെ അത് മിക്സ് ചെയ്യാൻ പാടില്ല. അത് നല്ല ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് ഉരുക്കി വരട്ടെ. ഉരുക്കി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഷുഗറും നല്ല മെൽറ്റ് ആവട്ടെ. അതിനുശേഷം മാത്രം വാട്ടർ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാം. ഒരു ഹാഫ് ഗ്ലാസ് വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് തന്നെ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചാൽ തന്നെയാണ് ആ ഒരു സോസിൻ്റെ തിക്ക് ഇത്തിരി ലൂസായി കിട്ടുള്ളൂ. അങ്ങനെ നല്ല പതയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചൂട് വെള്ളം കേട്ടോ. അത് ഞാൻ 1/4 ഗ്ലാസ് ഒഴിച്ചു. പക്ഷെ 1/4 ഗ്ലാസ് അല്ല, ഒരു 1/2 ഗ്ലാസ് തന്നെ ഒഴിക്കണം കേട്ടോ. പെട്ടെന്ന് എല്ലാം കൂടി ഒഴിക്കരുത്, കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാൻ. നല്ലോണം മിക്സ് ചെയ്യുക. നല്ല ചൂടായിരിക്കും കേട്ടോ, ശ്രദ്ധിച്ച് വേണം വാട്ടർ ആഡ് ചെയ്യുമ്പോൾ. അത് ഇരിക്കും തോറും തിക്ക് കൂടും. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചാലും പ്രശ്നമില്ല. അന്ന് പറഞ്ഞാൽ ഒരുപാട് ഒഴിക്കാനും നിൽക്കരുത് കേട്ടോ. ഷുഗറിൻ്റെ പകുതി അല്ലെങ്കിൽ ഷുഗറിൻ്റെ എത്ര എടുത്തോ അത്രയും തന്നെ ഒഴിക്കാം. അതവിടുന്ന് ആവട്ടെ. ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തിക്കുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കാവും. ഇനി നമുക്ക് ഫ്ലോറിനെ ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മാവ് എടുക്കണ്ട കേട്ടോ, മൈദ. അതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒന്നും ഇല്ലാന്ന് കൺഫേം ആക്കണം കേട്ടോ, കട്ടയൊന്നും ഇല്ലാണ്ട്. ഇനി അതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ബേക്കിംഗ് സോഡ അത് 1/2 ടേബിൾ സ്പൂൺ. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. ഇനി കുറച്ച് സ്പൈസസ്, പട്ട ഗ്രാമ്പ് പൊടിച്ചതില്ലേ, അതും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പ്, ആ ഒരു ഷുഗർ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഒന്ന് സീവ് ചെയ്തെടുക്കണം. ഒന്നല്ല, ഒരു 3 ടൈംസ് ഒന്ന് സീവ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒന്ന് എല്ലായിടത്തും എത്തുക. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് കേക്ക് പാൻ ഗ്രീസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഓയിലോ ബട്ടറോ ഉപയോഗിച്ചിട്ട് പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അടിയിലും വെച്ച് കൊടുക്കുന്നുണ്ട്, സൈഡിലില്ലെങ്കിലും കുഴപ്പമില്ല, അടിയിൽ എന്തായാലും വെച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം പ്ലം കേക്ക് എല്ലാം ഒട്ടിപ്പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 എഗ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. 3 വലിയ മുട്ട എടുക്കുന്നുണ്ട്. അതിന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവണ്ട, എന്നാലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലെങ്കിലോ വിസ്ക് വെച്ചിട്ടായാലും കൈ വെച്ച് നല്ലോണം അടിക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലായാലും ഓക്കെയാണ്. അങ്ങനെ നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ബീറ്റ് ചെയ്യും. അതിന് മുമ്പ് എഗ്ഗിന് സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടി വാനില എസൻസ് അതൊരു ടീസ്പൂൺ എടുക്കണം കേട്ടോ. ഇത് ടേബിൾ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത് കേട്ടോ. ടീസ്പൂണോളം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. മിക്സിയുടെ ജാറിലായാലും മതി, മറ്റേ കേക്ക് മാതിരി ഫ്ലഫി ആവണ്ട. ഒന്ന് ജസ്റ്റ് ആ ഒരു എഗ്ഗ് എല്ലായിടത്തും വാനില എസൻസ് എത്തി എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ വേണമെങ്കിൽ പൗഡർ ഷുഗർ ആഡ് ചെയ്യാം. പക്ഷേ ഇത് കാരമൽ അല്ല, ഇത് പ്ലം കേക്ക് അല്ല. അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കാരമൽ സോസ് ആഡ് ചെയ്താലും മതി. ഒന്ന് കാരമൽ സോസ് അല്ലെങ്കിൽ പൗഡർ ഷുഗർ. ഞാൻ ഇപ്പോൾ ഇവിടെ കാരമൽ സോസ് ഒഴിക്കണം. കണ്ടു, ഇപ്പോൾ തിക്കായി. ശരിക്കും ഒരു 1/2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വാട്ടർ ഒഴിച്ചാലും കുഴപ്പമില്ല, ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ആക്കണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കാരമൽ സോസ് ഇതിലേക്ക് നല്ലോണം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കൊന്നും കൂടി ബീറ്ററിൽ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ കാരമൽ എല്ലായിടത്തും എത്തി. ഓവർ ബീറ്റും ആവാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യട്ടെ, ജസ്റ്റ് ഒന്ന് മറ്റേ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ഏകദേശം ഒരു ഹാഫ് കപ്പോളം ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യണത്. അത് വീഡിയോയിൽ ഫുൾ വന്നിട്ടില്ല ഞാൻ ആഡ് ചെയ്യണത്. നല്ലോണം മിക്സ് ആക്കുക. ഇത് വെച്ച് ബ്ലേഡ് വെച്ച് തന്നെ മിക്സ് ആക്കിയാൽ മതി, ബീറ്റർ ഓൺ ആക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ആഡ് ചെയ്യാം. അത് കുറച്ചായിട്ട് പതിയെ വേണം ആഡ് ചെയ്യാൻ. ആ ഒരു ഫ്ലഫിനെസ് പോവാത്ത രീതിയിൽ വേണം ആഡ് ചെയ്യാൻ. ഒരു 3 ബാച്ചോ 4 ബാച്ചോ ആയിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്യുക, മിക്സ് ആക്കുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ആക്കാൻ നോക്കുക. അല്ലാണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെ നമ്മൾ ഫ്ലോർ കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലോർ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇതാണ് ലാസ്റ്റ് ബാച്ച്. നമുക്ക് തോന്നും ഫ്ലോർ കൂടിയോന്ന്, പക്ഷേ ഇല്ല, കറക്റ്റായിരിക്കും. ഇത് മറ്റേ കേക്ക് മാതിരി ഭയങ്കര ലൂസല്ല, ഇത്തിരി തിക്ക് വേണം, എന്നാലാണ് പെട്ടെന്ന് ബേക്കായി കിട്ടുക. പെട്ടെന്നല്ല, ഒരു 45 മിനിറ്റ്സ് എടുക്കും കേട്ടോ. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിലും കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ, വാട്ടറല്ല ജ്യൂസ്. ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഇങ്ങനെയാണോ എന്തോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ബേക്കിംഗ് പഠിച്ചിട്ടൊന്നുമില്ല, യൂട്യൂബ് നോക്കി തന്നെയാണ് ഞാനും പഠിച്ചത്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പോവാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ബോട്ടിൽ തുറക്കുമ്പോൾ. നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല റിച്ച് പ്ലം കേക്കാണ് കേട്ടോ ഇത്. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് എല്ലാം ഞാനൊരു 50 ഗ്രാംസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം 50 ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ, നമ്മുടെ കയ്യിലുള്ള നട്ട്സും. ഇപ്പം ഞാൻ കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. ഈ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ വീട്ടിൽ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മിക്സി ജാറിലായാലും എഗ്ഗിനെ ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലുള്ള കോമൺ ആയിട്ടുള്ള സാധനം തന്നെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇതെല്ലായിടത്തും എത്തിയെന്ന് നമ്മൾ ഇതാക്കിയതിന് ശേഷം നമുക്കിത് പാനിലേക്ക് മാറ്റാം. നല്ലോണം മിക്സ് ആക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് പാനിലേക്ക് മാറ്റാം കേട്ടോ. പാനിൻ്റെ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് എടുക്കാൻ സുഖമായിരിക്കും. പിന്നെ കാഷ്യൂ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഒന്ന് പൊടിച്ചിട്ട് ഇട്ടാൽ അത്രയും നല്ലത്. ഒരു വലിയ പീസായി കിടക്കണക്കാട്ടി നല്ലത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ട് അത് കൈ വെച്ചൊന്ന് പൊടിച്ചാൽ മതി. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം ടാപ്പ് ചെയ്യാം, എയർ ബബിൾസ് ഇല്ലയെന്ന് കൺഫേം ആക്കണം. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 3 ടൈംസ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗാർണിഷിന് മുകളിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചെറി, ഗ്രേപ്സ്, നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. പിന്നെ ഏറ്റവും
എനിക്ക് ഇത്തിരിയും കൂടിയും ഭംഗി തോന്നിയത് വൈറ്റ് എള്ളില്ലേ, വെളുത്ത എള്ള്, അത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ കേക്കിൻ്റെ ഒരു വേറെ ലെവൽ തന്നെയായി. ഇതാണ് കേട്ടോ സാധനം, ഒരു നുള്ളു മതി. അതൊന്ന് ഇതിൻ്റെ മുകളിലിടുമ്പോൾ ഉണ്ടല്ലോ കേക്ക് വേറെ ലെവലായി. എല്ലാ കളേഴ്സും കാണുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ, ചെറിയ ട്യൂട്ടി ഫ്രൂട്ടി, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഓവനിലോ ഇപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഓവൻ സെറ്റപ്പ്. ഒരു ബിരിയാണി പോട്ട്, അതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാം. വേറെ ഒന്നും വെള്ളമോ ഉപ്പോ ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സെറ്റ്. നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ടെക്സ്ചർ, നല്ല കളറ് വന്നിട്ടുണ്ട്. ഇത് ഇന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു 2 days വെച്ചിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ നോക്ക്, ഞാൻ ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ട് അതിന് മാറ്റണം. കേക്ക് പാനിൽ തന്നെ വെക്കേണ്ട, കാരണം ചൂട് കൂടുമ്പോൾ കേക്ക് ഒന്നും കൂടി ഹാർഡാവാൻ തോന്നും. അപ്പോൾ കുക്ക് ആയതിനു ശേഷം അതിനടുത്ത് മാറ്റി സെപ്പറേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അങ്ങനെ വേണ്ടി പിന്നെ ഞാൻ ആ ബട്ടർ പേപ്പർ സൈഡിൽ മാറ്റുന്നുണ്ട് കേട്ടോ. സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വേഗം മാറ്റാൻ സുഖമാണ്, പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കില്ല, ക്ലീൻ ആക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 2 kg അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് ടെക്സ്ചറൊക്കെ നല്ല രസമായിട്ടുണ്ട്. എൻ്റെ മോൻ ഉറങ്ങുമായിരുന്നു, സ്മെല്ല് കേട്ടിട്ട് കേക്ക് എന്ന് പറഞ്ഞ് വന്നു. ഇന്ന് തന്നെ അവൻ കട്ട് ചെയ്യാൻ സമ്മതിച്ചു. ഞാൻ നാളെ കട്ട് ചെയ്യാന്ന് പറഞ്ഞത്, പക്ഷെ ആൾ സമ്മതിച്ചേ ഇല്ല കേട്ടോ. പിന്നെ രാത്രി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടാണ് ആൾ ഉറങ്ങിയത്. ഇപ്പോൾ ഒരു 2 days കഴിഞ്ഞിട്ട് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഇല്ലേ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു പൊടി കയറിയ അത് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ ബൈ.